ലോകസുന്ദരി മത്സരം ഹൈദരാബാദിലെത്തുമ്പോൾ 29ാം സംസ്ഥാനമായി രൂപീകരിക്കപ്പെട്ട തെലങ്കാനയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും അത് പൊൻതൂവലാണ്. കാരണം ഒരു രാജ്യം തുടർച്ചയായി മത്സരവേദിയാകുന്നു എന്ന അപൂർവതയും നമുക്ക് സ്വന്തമാണ്. മിസ് വേൾഡ് മത്സരവേദിയായതിനു പിന്നാലെ തെലങ്കാന സരൂറാന, തെലങ്കാനയിലേക്ക് ഉറപ്പായും എത്തണം എന്ന പരസ്യവാചകത്തിലൂടെ വിനോദസഞ്ചാര മേഖലയിൽ പുതിയ കുതിപ്പിന് ഒരുങ്ങുകയാണ് തെലങ്കാന. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായ തെലങ്കാന പണ്ടേ ആതിഥ്യ മര്യാദയ്ക്കും ബഹുസ്വരതയ്ക്കും പേരുകേട്ടതാണ്. ഏറ്റവും അവസാനം രൂപീകരിച്ച സംസ്ഥാനമാണെങ്കിലും വിവിധ മേഖലകളിൽ നടത്തിയ മുന്നേറ്റങ്ങൾ തെലങ്കാനയെ തെക്കിന്റെ തങ്കമാക്കി മാറ്റിക്കഴിഞ്ഞു. വിനോദസഞ്ചാരം, പ്രകൃതി ഭംഗി, പൈതൃക സംസ്കാരം, കലാരൂപങ്ങൾ ഇവയൊക്കെയും ലോകത്തെവിടെയുമുള്ള ജനതയെ ഇവിടേക്ക് ആകർഷിക്കുകയാണ്. സംസ്ഥാനത്തെ പൈതൃക കേന്ദ്രങ്ങളിൽ എല്ലാം മത്സരാർത്ഥികളെ എത്തിച്ച് ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ തെലങ്കാനയ്ക്ക് പ്രമുഖ സ്ഥാനം നേടിയെടുക്കാനാണ് സർക്കാരിന്റെ നീക്കം. വാറങ്കലിലെ 1000 തൂൺ ക്ഷേത്രം, വാറങ്കൽ കോട്ട, യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ രാമപ്പ ക്ഷേത്രം, ഇവിടെയൊക്കെ മത്സരാർത്ഥികൾ എത്തും. ഇവരിലൂടെ ലോകവും ഇവിടേക്ക് എത്തും. മെയ് 7 മുതൽ 31 വരെ നീളുന്ന 72ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ 120 രാജ്യങ്ങളിൽ നിന്നുള്ള സുന്ദരികൾ മാറ്റുരയ്ക്കും. ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള നന്ദിനി ഗുപ്തയാണ്. ഈ വർഷത്തെ വിജയിയെ മിസ് വേൾഡ് 2024 ക്രിസ്റ്റീന പിഷ്കോവ കിരീടമണിയിക്കും. 1966 റീത്ത ഫാരിയ, 94 ഐശ്വര്യ റോയ്, 97 ഡയാന ഹെയ്ഡൻ, 99 യുക്ത മുഖി, 2000 പ്രിയങ്ക ചോപ്ര, 2017 മാനുഷി ചില്ലാർ എന്നിവർ ഇന്ത്യയുടെ മിസ് വേൾഡ് പൊൻ കിരീടത്തിലെ രത്നങ്ങൾ ആയവരാണ്.